എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം. പലപ്പോഴും നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരോടുള്ള നമ്മുടെ ആ ഒരു ബന്ധം വളരെയധികം സ്നേഹവും ബഹുമാനവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഒരിക്കലും അപമാനിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യില്ല എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ വേരൂന്നി കാണും. പക്ഷേ പലപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനെ ഒരു വേദന തരുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മുടെ വേണ്ടപ്പെട്ടവർ തന്നെ ഏറ്റവും കൂടുതൽ നമ്മളെ അപമാനത്തിലൂടെ വേദനിപ്പിക്കുമ്പോൾ അത് ശരീരത്തിനേക്കാൾ നമ്മുടെ മനസ്സിന് തരുന്ന വലിയൊരു മുറിവാണ്. അല്ലെങ്കിൽ അവർ തരുന്ന ആ ഒരു ഫീലിങ്സ്, ഇമോഷൻസ്, എക്സൈറ്റ്മെൻറ്റ് ഇതൊക്കെ ഒന്ന് ഓവർകം ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എങ്ങനെ ഈ ഒരു വിഷമങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ നമ്മളെ അപമാനിച്ചാൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേദന തന്നാൽ അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വിഷയം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ടവർ നമുക്ക് വീണ്ടും വീണ്ടും വേദനയാണ് അല്ലെങ്കിൽ അപമാനം മാത്രമാണ് തരുന്നതെങ്കിൽ ഒന്ന് ഓർക്കുക, അവരൊരിക്കലും നമ്മുടെ പ്രിയപ്പെട്ടവരല്ല എന്നുള്ളത്. അവരുടെ ജീവിതത്തിലെ ഫ്രസ്ട്രേഷൻ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ സന്തോഷമില്ലാത്ത അവസ്ഥയായിരിക്കും നമ്മൾക്ക് ഇങ്ങനെ ഒരു വേദന തരുന്നതിന് പ്രധാനപ്പെട്ട കാരണമാകുന്നത്. അപ്പോൾ ഒന്നുകിൽ അവരുടെ ചിന്തകൾ പുതിയതൊന്നും അംഗീകരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതും ഞാൻ ചെയ്യുന്നതും മാത്രമാണ് ശരി എന്നൊരു മിഥ്യാധാരണയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് നല്ല കാര്യം ചെയ്താലും അതിൽ നല്ലതൊന്നും അല്ലെങ്കിൽ അതിൽ നന്മയൊന്നും തിരിച്ചറിയാൻ ഒരിക്കലും ശ്രമിക്കാത്ത, ഒരിക്കലും താല്പര്യം കാണിക്കാത്ത ആൾക്കാരായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വിഷമങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അപമാനങ്ങളും വേദനകളും സഹിക്കേണ്ടി വരുന്നു എന്ന് ചിന്തിക്കുമ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏറിയ പങ്ക് ആൾക്കാരും ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും ആ ബന്ധം നിലനിർത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹം മനസ്സിൽ വച്ചു പുലർത്തുന്നവരാണ്. അല്ലെങ്കിൽ ഒരിക്കലും ആ ബന്ധം പൊട്ടിച്ചെറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് എന്നുള്ളതാണ് ഒരു കാര്യം. പിന്നെ ചിന്തിക്കുന്നത്, എല്ലാവർക്കും ഏകദേശം കുടുംബങ്ങളാവുമ്പോൾ കുഞ്ഞുങ്ങൾ കാണും, മക്കൾ കാണും. അപ്പോൾ നമ്മളിങ്ങനെ ഒരു തീരുമാനമെടുക്കുമ്പോൾ സമൂഹം എന്ത് പറയും, മറ്റുള്ളവർ എന്ത് പറയും, ആൾക്കാർ എന്ത് പറയും, ബന്ധുക്കൾ എന്ത് പറയും, ഇങ്ങനെയുള്ള ചിന്തകളായിരിക്കും. കുഞ്ഞുങ്ങളുടെ ഭാവി അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾ നെഗറ്റീവായിട്ട് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കരുത്, അല്ലെങ്കിൽ മാനസികമായി അവർക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടാക്കരുത് എന്നുള്ള ചിന്തകളാണ് പലരെയും ഇതുപോലെയുള്ള വിഷമങ്ങൾ തരുന്ന ആൾക്കാരെ വീണ്ടും വീണ്ടും ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാനും സ്നേഹിക്കാനും നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് തവണ വേദനയോ അപമാനമോ വാങ്ങുമ്പോൾ പലപ്പോഴും നമ്മൾ തന്നെ ചിന്തിക്കും, ഇനി നമ്മുടെ ഭാഗത്തെങ്ങാനും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നുള്ളത് വരെ നമ്മൾ ചിന്തിച്ചു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ എന്ത് തന്നെയായാലും ഇങ്ങനെ പ്രിയപ്പെട്ടവർ തരുന്ന അപമാനങ്ങൾ മറികടന്ന് ജീവിക്കുക എന്നുള്ളത് വളരെ 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 ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ ബന്ധങ്ങൾ നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ ബന്ധങ്ങൾ സംരക്ഷിക്കുന്നതിന് ഒന്ന് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ അല്ലെങ്കിൽ നമുക്ക് തലകുനിക്കേണ്ടി വന്നാൽ നമുക്കത് ചെയ്യാം എന്നുള്ളതാണ്. പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിച്ചാൽ ഒന്ന് ചിന്തിക്കുക, ഇപ്പോൾ പ്രിയപ്പെട്ടവരായാലും അങ്ങനെ തരുന്ന അപമാനങ്ങൾ ഏറ്റുവാങ്ങുന്നതും അല്ലെങ്കിൽ പ്രതികരിക്കാതിരിക്കുന്നതും നമ്മുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കാൻ ഒരു കാരണമാകും എന്നുള്ളതാണ്. കാരണം നമ്മളെ അപമാനിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും അത് ചെയ്യാനുള്ള അവസരമാണ് നമ്മൾ വീണ്ടും പ്രതികരിക്കാതിരിക്കുന്നതിലൂടെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്കും വീണ്ടും നമ്മളെ വേദനിപ്പിക്കാനായിരിക്കും കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും നമുക്ക് തരുന്ന ആ ഒരു സങ്കടങ്ങളിൽ നമ്മൾ പ്രതികരിക്കാൻ തയ്യാറാവുക, അല്ലെങ്കിൽ പ്രതികരിക്കാൻ അതിന് നമുക്ക് എന്തെങ്കിലും ഒരു പ്രതികരണ രീതി അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള സംസാരം നമ്മൾ അവരോട് പറയുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് തരണം ചെയ്യുന്നതിന് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴ പെയ്യുമ്പോൾ നമ്മളൊരു കുട പിടിക്കില്ലേ, അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് ഒരു കവചം ഉണ്ടാക്കുക എന്നുള്ളതാണ്. ആരെന്ത് പറഞ്ഞാലും, നമ്മളെ എന്തൊക്കെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ പ്രവൃത്തികൾ കൊണ്ടോ നമുക്ക് മുറിപ്പാടുകൾ തന്നാലും അത് നമ്മുടെ മനസ്സിലേക്ക് എടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ മനസ്സിനെ ആഴത്തിൽ മുറിവേൽപ്പിക്കാൻ നമ്മൾ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. പുറമേ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും മനസ്സിനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ആവാൻ ഇടയാക്കരുത് എന്നുള്ളത്. അപ്പോൾ വീട്ടുകാരോ സമൂഹമോ നമുക്ക് തരുന്ന വിലയേക്കാൾ ഏറ്റവും കൂടുതൽ നമുക്കൊരു വാല്യൂ കൊടുക്കുക, നമുക്കൊരു വില കൊടുക്കുക എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ഇനി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഇങ്ങനെ നമ്മളെ വേദനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് വളരെയധികം ദേഷ്യം തോന്നും, നമുക്ക് പ്രതികരിക്കാൻ തോന്നും. അങ്ങനെ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് വളരെ മോശമായി പ്രതികരിക്കാതിരിക്കുക, അല്ലെങ്കിൽ മോശം വാക്കുകളൊന്നും ഉപയോഗിക്കാതിരിക്കുക. കാരണം വിവേകമില്ലാതെ നമ്മളിങ്ങനെ ഈ ഒരു ദേഷ്യത്തിൻ്റെ പുറത്ത് പെരുമാറുന്നത് വളരെ വളരെ വലിയ തെറ്റാണ്. കാരണം അത് വീണ്ടും കൂടുതൽ വിഷമങ്ങളായിരിക്കും നമുക്ക് തരുന്നത്. അതുകൊണ്ട് തന്നെ സ്വയം ഒന്ന് സമാധാനപരമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ നമ്മളൊന്ന് ശീലിക്കുക. അത് നമ്മുടെ മനസ്സമാധാനത്തിന് വളരെയധികം പ്രധാനപ്പെട്ടതാണ്.
ഇനി പറയേണ്ടത്, ഏറ്റവും കൂടുതൽ ഒരാൾ നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിക്കുമ്പോൾ നമ്മുടെ ആത്മാഭിമാനത്തെയാണ് അയാൾ അവിടെ ചോദ്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആ ഒരു ആത്മാഭിമാനത്തെയാണ് അയാൾ മുറിപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം ആൾക്കാരിൽ നിന്ന് ഇമോഷണലി ഒരു അകലം പാലിക്കുക എന്നുള്ളതാണ്. ഒരുപാട് അറ്റാച്ച്ഡ് ആവാതിരിക്കുക, മാനസികമായി അകലം പാലിക്കുന്നതിന് ഇപ്പം നിങ്ങൾ തന്നെ ഒരു ലിമിറ്റ് വയ്ക്കുക എന്നുള്ളതാണ്. ആവശ്യത്തിലധികം ഒരു കാര്യങ്ങളും സംസാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് വളരെ കുറച്ച് മാത്രം സംസാരിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്, ഒരു മനസ്സമാധാനം കിട്ടുന്നതിന്. ഏറ്റവും കൂടുതൽ നമ്മുടെ ലൈഫിൽ ഇപ്പം ലൈഫ് പാർട്ട്നേഴ്സ് ആയിരിക്കും സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞ് വിഷമിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കൂടുതൽ വിഷമങ്ങളാണ് നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞ് ജയിക്കുന്നതിലൂടെ നമുക്ക് ഒരു മാനസിക സന്തോഷം ഒരിക്കലും ലഭിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ അത് നമുക്കൊരു സെൽഫ് ഡിഫെൻസിന്, അല്ലെങ്കിൽ നമുക്കൊരു ആത്മരക്ഷയ്ക്ക് വളരെ നല്ലതാണ്. ആവശ്യമില്ലാത്തതാണെങ്കിൽ ഒരാൾ പറയുന്ന കാര്യം വേണ്ട എന്ന് തന്നെ പറയുക. കാരണം ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളാണെങ്കിൽ പോലും പലപ്പോഴും അവർ ഒരു മനസ്സിലാക്കുന്നില്ല, അവർ പറയുന്നത് മോശം കാര്യമാണ്, അല്ലെങ്കിൽ മറ്റൊരാളിന് ഇത്രയും വേദന കൊടുക്കുന്ന, മനസ്സിന് മുറിപ്പാടുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് അവർ പലപ്പോഴും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരക്കാരോട് ഒരു വിശ്വാസവും വച്ച് പുലർത്തേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ അങ്ങനെ തരുന്ന വേദനയ്ക്കും വിഷമങ്ങൾക്കും ഒക്കെ ആണോ പെണ്ണോ എന്നുള്ള ആ ഒരു ജെൻഡർ ഒന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സ്ത്രീക്കായാലും പുരുഷനായാലും ഇങ്ങനെ തരുന്ന വിഷമങ്ങൾ ജീവിതത്തിൽ എപ്പോഴും നമ്മളിങ്ങനെ ഓർക്കും, അല്ലെങ്കിൽ നമുക്കത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മാഭിമാനം ആരുടെയും മുമ്പിൽ പണയം വയ്ക്കാതിരിക്കുക. സെൽഫ് റെസ്പെക്റ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രിയപ്പെട്ടവരാണെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും വീണ്ടും ഒരാൾ വേദനിപ്പിച്ചിട്ട് നാം അവരോടൊപ്പം തന്നെ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ യാതൊരു രീതിയിലും പ്രതികരിക്കാതിരിക്കുന്നത്, അത് നമ്മുടെ ആത്മാഭിമാനത്തെ നശിപ്പിക്കുന്നതിന് നമ്മൾ കൂട്ടുനിൽക്കുന്നത് പോലെയാവും. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ നിന്ന് മനഃപൂർവ്വം അകലം പാലിക്കുക. സ്വയം ഒരു ഏതൊരു വ്യക്തിയായാലും സ്വയം നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളെ ബഹുമാനിക്കുക, നിങ്ങളെ സെൽഫ് കെയർ, നിങ്ങളെ കെയർ ചെയ്യുക. ഏറ്റവും കൂടുതൽ നിങ്ങളുടെ സന്തോഷങ്ങൾ എന്താണ്, നിങ്ങളുടെ കഴിവുകൾ എന്താണ് എന്നുള്ളത് തിരിച്ചറിയുക. ഇപ്പോൾ ഇതൊന്നും ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതൊന്നും കണ്ടില്ല, അല്ലെങ്കിൽ ഇതൊന്നും പ്രശ്നങ്ങളല്ല എന്നുള്ളൊരു ഭാവം ഉപേക്ഷിക്കുക. കാരണം നമ്മുടെ സ്വാഭിമാനം, അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങൾ എവിടെയാണോ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നത് അത് തിരിച്ചറിയുക, അല്ലെങ്കിൽ അത് എങ്ങനെ മറികടക്കാം എന്നുള്ളത് ചിന്തിക്കുക. അതിനുവേണ്ടി ജീവിതത്തിൽ കുറേ കൂടെ സ്ട്രോങ് ആവുക, ബോൾഡ് ആവുക. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, നമ്മുടെ ലൈഫ് പാർട്ട്ണറിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, ബന്ധുക്കൾക്ക് വേണ്ടി. അപ്പോൾ ഈ ഒരു രീതിയിൽ മാത്രമല്ല നമ്മുടെ ജീവിതം നമ്മുടേതും കൂടിയാണ്. നമ്മൾ നമുക്ക് വേണ്ടി കൂടെ ജീവിക്കാൻ ഒന്ന് ഓർക്കുക, അത് മറന്നു പോവാതിരിക്കുക. ഇപ്പം എന്തൊക്കെ മറ്റുള്ളവർ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും അവർ തരുന്ന ആ ഒരു വേദനയെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. അത് വേദനയാണ്, അത് സ്നേഹമല്ല എന്നുള്ളത് തിരിച്ചറിവാണ് നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം ഉണ്ടാക്കുന്നതിന് ആദ്യം വേണ്ടത്. ഇപ്പം പല ആൾക്കാരും ഇങ്ങനെ വിഷമിപ്പിക്കുമ്പോൾ, ഇത്രയും എൻ്റെ പ്രിയപ്പെട്ടൊരു വ്യക്തി ഇങ്ങനെ നമ്മളെ വിഷമിപ്പിക്കുമോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുമോ, നമ്മളെ വേദനിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷെ ആ ഒരു സമയത്ത് എല്ലാവരും നമ്മൾ കരുതുന്നത് പോലെ സ്നേഹിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന വ്യക്തികളല്ല എന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയുക. ആ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ നമ്മളെ ഒരുപാട് ജീവിതം മാറ്റുന്നതിന് നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആ വ്യക്തി എന്തിനാണ് ഇങ്ങനെ ചെയ്തത്, നിങ്ങളെ വേദനിപ്പിച്ചതായി നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അവരൊരിക്കലും നിങ്ങളുടെ സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയല്ല എന്നുള്ള ഒരു തിരിച്ചറിവും നമുക്കുണ്ടാവേണ്ടതാണ്. ഇനി ഏറ്റവും പ്രധാനം, നമ്മൾ സ്വയം നമ്മളെ തന്നെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളും നമ്മുടെ സന്തോഷങ്ങൾ തരാനും നമ്മളെ സംരക്ഷിക്കാനും നമ്മളെ സാന്ത്വനപ്പെടുത്താനും ഒന്നും വരില്ല. അത് നമ്മൾ തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി നമ്മുടെ മാനസിക സമാധാനവും, അല്ലെങ്കിൽ നമ്മുടെ സ്വാഭിമാനവുമാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഒരിക്കലും മറക്കാതിരിക്കുക. ഒരാൾ നമ്മളെ എപ്പോഴും അപമാനിക്കുകയും അല്ലെങ്കിൽ വീണ്ടും അതിനെ ന്യായീകരിക്കുകയും ചെയ്യുമ്പോൾ അതെല്ലാം സ്നേഹമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പം സ്നേഹത്തിൽ ഏറ്റവും മാന്യമായും അല്ലെങ്കിൽ പരസ്പര ബഹുമാനത്തോടെയും ഉള്ള ബന്ധമാണ് ഒരു സ്നേഹബന്ധം നിലനിർത്തുന്നതിന് ഏറ്റവും പ്രധാനം. അതിനെ പാരൻസ് ആയാലും ലൈഫ് പാർട്ട്നേഴ്സ് ആയാലും നമ്മുടെ റിലേറ്റീവ്സ് ആയാലും നമ്മുടെ മക്കളായാലും അതങ്ങനെ തന്നെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എപ്പോഴും വീണ്ടും ജീവിതത്തിൽ ഇതുപോലുള്ള ഏറ്റവും പ്രിയപ്പെട്ടവരിൽ നിന്നുള്ള വേദനകളും വിഷമങ്ങളും ഒക്കെ ഏറ്റുവാങ്ങുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു തിരിച്ചറിവാവുമെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ ഒന്ന് റീതിങ്ക് ചെയ്യാൻ സഹായിക്കുമെങ്കിൽ, ഇതൊന്ന് നമ്മുടെ ജീവിതത്തിൽ ഒന്ന് മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ ഇതിലൂടെ എന്നുള്ളതൊന്ന് ചിന്തിക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വിഷയത്തിൽ ഞാനിന്ന് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നെ കാണുന്ന ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക.
ഇനി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി പറയേണ്ടത്, ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് ഇതിനോടൊപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നത് എന്നുള്ളത് കമൻസിൽ അറിയിക്കുക. പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എന്നെ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി.